ഹലോ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് BPCC 103 സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന പുസ്തകത്തിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് കൺസെപ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് ആൻഡ് ഇമോഷണൽ ഇൻ്റലിജൻസ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആദ്യമായി പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ കോഴ്സ് എടുക്കുന്ന സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പറയാനുള്ളത്, ഇതിൻ്റെ മുമ്പുള്ള 101 BPCC 101 102 എന്നീ ചാപ്റ്ററുകളും അതുപോലെ ഇതിൻ്റെ ഒന്നാമത്തെ യൂണിറ്റും രണ്ടാമത്തെ യൂണിറ്റും ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ആമുഖങ്ങളില്ലാതെ നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം ഇൻട്രൊഡക്ഷൻ. ഈ പാഠത്തിൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും തോട്ട് പ്രോസസ്സ് വ്യത്യസ്തമായ രീതിയിലാണ്. ഓരോ ആളുകളും വ്യത്യസ്തമായ രീതിയിലാണ് ചിന്തിക്കുന്നത്, വ്യത്യസ്തമായ രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇൻ്റലിജൻസിലും എല്ലാ ആളുകളിലും വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം നമ്മുടെ സൈക്കോളജിസ്റ്റുകൾ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പാഠത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസിന് ഒരു ഡെഫിനിഷൻ നൽകുക എന്നുള്ളത് പ്രയാസമാണെങ്കിലും ഇതിൽ അതിൻ്റെ ഡെഫിനിഷൻസുകൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഇൻ്റലിജൻസിൽ കൂടുതൽ സ്വാധീനിക്കുന്നത് അത് ഒരാളുടെ ജനിതക ഘടകങ്ങളാണോ, ഇൻബോൺ ആയിട്ട് ഒരാൾക്ക് കിട്ടുന്നതാണോ, അതോ അവൻ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ക്രിയേറ്റ് ആവുന്നതാണോ അവൻ്റെ ഇൻ്റലിജൻസ്? ഈ ഒരു വിഷയമാണ് പിന്നീട് പറയുന്നത്. പിന്നീട് ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്. പിന്നെ അവസാനമായി കൊണ്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ ആകെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് എന്താണ് ഇൻ്റലിജൻസ് എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻ്റലിജൻസ് എന്നതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വളരെ പ്രയാസമാണ്. ഇപ്പോൾ ഒരാളുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, ഓൻ ഭയങ്കര ഉഷാറാണ്, അല്ലെങ്കിൽ ഓൻ ഭയങ്കര ക്ലവറാണ്, ഓൻ ഭയങ്കര ബ്രില്യൻ്റ് ആണ് എന്നൊക്കെ നമുക്ക് ഒരാളുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് പറയാമെങ്കിലും എന്താണ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഡെഫിനിഷൻ പറയാന്നുള്ളത് കുറച്ച് പ്രയാസമേറിയ കാര്യമാണ്. കാരണം ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു സംഗതിയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് കോമൺലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എന്താണെന്ന് വെച്ചാൽ ദ എബിലിറ്റി ടു ലേൺ ഫ്രം വൺസ് എക്സ്പീരിയൻസസ്, acquire knowledge and use resources effectively in adapting to new situations or solving problems. അതായത് നമുക്ക് ഒരുപാട് വിജ്ഞാനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മൾ നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ അറിവുകളെ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും ബാക്കി മറ്റ് സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നോളജുകൾ അക്യൂർ ചെയ്യുക, നേടിയെടുക്കുക. എന്നിട്ട് ഈ നേടിയെടുത്ത വിജ്ഞാനങ്ങളെ പുതിയൊരു സിറ്റുവേഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു പ്രോബ്ലം വരുമ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇതാണ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ. ഇതാണ് കോമൺലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. ഇത് മാത്രമല്ല, ഇതല്ലാത്ത ഒരുപാട് ഡെഫിനിഷൻസുകളും ഈ ഇൻ്റലിജൻസിന് നൽകിയിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അബ്സ്ട്രാക്ട് തിങ്കിങ്ങിനുള്ള കഴിവ്. അതായത് ഫിസിക്കലി നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം, അപ്പോൾ ചില ഐഡിയകളെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാനുള്ള കഴിവിനെയാണ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ചില ആളുകൾ പ്രോബ്ലം സോൾവിങ്ങിനുള്ള സ്കിൽ, എബിലിറ്റി, ഇതിനെയാണ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതുപോലെ നമ്മൾ ഒരു കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് ഓർത്തു വെക്കാനുള്ള കഴിവ്, ഇങ്ങനെ ഒരുപാട് വ്യത്യസ്ത രീതിയിൽ ഇൻ്റലിജൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കൾച്ചർ മാറുന്നതിനനുസരിച്ച് കൊണ്ട് അവിടുത്തെ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് വ്യത്യസ്തമാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വെസ്റ്റേൺ കൾച്ചറിൽ എന്താണ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതായിരിക്കില്ല ഇന്ത്യൻ കൾച്ചറിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് വെസ്റ്റേൺ കൾച്ചറിൽ കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് സ്കിൽ ഓഫ് പെർഫോമൻസ്, സ്പീഡ്, അച്ചീവ്മെൻറ്റ്, മോട്ടിവേഷൻ അച്ചീവ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, ഒരു ഇന്ത്യൻ സാഹചര്യത്തിലേക്ക്, ഇന്ത്യൻ കൾച്ചറിലേക്ക് നോക്കുമ്പോൾ സെൽഫ് റിഫ്ലക്ഷൻ, അതുപോലെ കണക്ടിവിറ്റി വിത്ത് പീപ്പിൾ, നമ്മളൊരു സോഷ്യൽ ഹ്യൂമൻ ബീയിങ്സ്, ഒരു സോഷ്യൽ ലൈഫാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സോഷ്യൽ ലൈഫിൽ സാമൂഹികമായി ജീവിക്കുന്ന സമയത്ത് ആ ഒരു കണക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇന്ത്യൻ കൾച്ചറിൽ പ്രാധാന്യം നൽകുന്നത്.
അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ കൾച്ചറുകൾ മാറുന്നു, വെസ്റ്റേൺ കൾച്ചറിലുള്ള അതേപോലെയല്ല ഇന്ത്യൻ കൾച്ചറിൽ. അപ്പോൾ കൾച്ചർ മാറുന്നതിനനുസരിച്ച് ഇന്റലിജൻസിന്റെ ഡെഫിനിഷനും വ്യത്യസ്ത രീതിയിൽ ആവുന്നുണ്ട്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഈ ഇന്റലിജൻസിനെ നമുക്ക് അളക്കാൻ കഴിയോ? ചില ഭാഗത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് IQ ടെസ്റ്റ് ചെയ്യുക, ഇന്റലിജന്റ് കോഷ്യന്റ് അല്ലെ, അതിന് ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ 100 IQ, 150 IQ, 120 IQ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം നടത്തിയ 2 ശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് ബൈനറ്റ്, അതുപോലെ അദ്ദേഹത്തിന്റെ കൊളീഗായിട്ടുള്ള തിയോഡോർ സൈമൺ. ഇവർ 2 പേരും ക്രോണോളജിക്കൽ ഏജും അതുപോലെ മെന്റൽ ഏജും വെച്ചുകൊണ്ട് എങ്ങനെയാണ് IQ കണ്ടുപിടിക്കാം എന്നൊരു ഇക്വേഷനിലേക്ക് എത്തി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ഇന്റലിജൻസ് എങ്ങനെയാണ് അളക്കുക? അവൻ്റെ മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും ഹരിക്കുക, എന്നിട്ട് ഹരിച്ച് കിട്ടുന്ന ഉത്തരത്തെ 100 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ കിട്ടുന്നതാണ് ഇന്റലിജൻസ് കോഷ്യന്റ് എന്നാണ് ഇവർ കണ്ടെത്തിയത്. എന്താണ് മെന്റൽ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മെന്റൽ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുട്ടികൾക്കും ഓരോ പ്രായമെത്തുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് ഒരു കുട്ടി 1 വയസ്സെത്തി കഴിഞ്ഞാൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവും. അതുപോലെ 2 വയസ്സ് എത്തിക്കഴിഞ്ഞാൽ അതിൽ ഒന്നുകൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. 3 വയസ്സ് ആകുമ്പോൾ അതിനേക്കാൾ കുറച്ച് കൂടുതലാവും. അങ്ങനെ 10 വയസ്സ്, 20 വയസ്സ്, അങ്ങനെ ഓരോ പ്രായത്തിലും അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ കുട്ടിയുടെ ഉദാഹരണത്തിന് 10 വയസ്സായ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഏജ് എത്രയാണോ അത്. ഉദാഹരണത്തിന് 10 വയസ്സായ ഒരു കുട്ടി, അവന്റെ മാനസിക വയസ്സ് എത്രയാണ് എന്ന് നോക്കണം. അതിനായിട്ട് ചില അസസ്മെന്റുകളുണ്ട്. ആ അസസ്മെന്റ് ടൂൾ വെച്ചുകൊണ്ട് അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ പ്രോബ്ലം സോൾവിങ് തുടങ്ങിയിട്ടുള്ള അവൻ കാര്യങ്ങൾ സ്വയം ചെയ്യുന്നുണ്ടോ, അവന്റെ ആ പ്രായത്തിന് അനുയോജ്യമായിട്ട് അവൻ ചെയ്യുന്നുണ്ടോ എന്ന അങ്ങനെ ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ട്. ആ അസസ്മെന്റ് ടെസ്റ്റ് വഴി അവന്റെ മെന്റൽ ഏജ് കണ്ടുപിടിക്കും. അപ്പോൾ ഒരു 10 വയസ്സായ ഒരു കുട്ടിക്ക് അവന്റെ മെന്റൽ ഏജ് 10 വയസ്സാണ്, അതുപോലെ ക്രോണോളജിക്കൽ ഏജും 10 വയസ്സാണ് എങ്കിൽ അതിനെ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ കിട്ടുന്ന ഉത്തരമാണ് അവൻ്റെ IQ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ മെന്റൽ ഏജും അതുപോലെ ക്രോണോളജിക്കൽ ഏജും 10 ആണ് എങ്കിൽ അവൻ്റെ IQ 100 ആണ് എന്ന് പറയാൻ പറ്റും. ഇനി ഒരു കുട്ടിയുടെ മെന്റൽ ഏജ് 9ഉം അതുപോലെ ക്രോണോളജിക്കൽ ഏജ് 10ഉം ആണെങ്കിൽ അപ്പോൾ അവൻ്റെ IQ 100നേക്കാൾ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ 10നേക്കാൾ കൂടുതലാണ് മെന്റൽ ഏജ്. ഇപ്പോൾ ഉദാഹരണത്തിന് 11 ആണ് മെന്റൽ ഏജ്, ക്രോണോളജിക്കൽ ഏജ് 10 ആണ് എങ്കിൽ അവൻ്റെ ഇന്റലിജൻസ് 110 ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ മൊത്തം ആളുകളുടെ IQ വെച്ച് നോക്കുമ്പോൾ ശരാശരി IQ എന്ന് പറയുന്നത് 100 ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളാണ്. ഇനി ഒരാളുടെ IQ 90ൻ്റെയും 110ൻ്റെയും ഇടയിലാണെങ്കിൽ നമുക്ക് അവനൊരു ആവറേജ് IQ ഉള്ള ആളാണെന്ന് പറയാൻ പറ്റും. അതുപോലെ 110ൻ്റെയും 20ൻ്റെയും ഇടയിലാണെങ്കിൽ ഹൈ IQ ആണ് എന്ന് പറയാൻ പറ്റും. ഇനി 120ൻ്റെയും 130ൻ്റെയും ഇടയിലാണെങ്കിൽ സുപ്പീരിയർ ആണ്. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ വെരി സുപ്പീരിയർ ആണ്. അതൊരു ഗിഫ്റ്റഡ് ചൈൽഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി കുറയുന്നതിനനുസരിച്ച് 80ൻ്റെയും 90ൻ്റെയും ഇടയിലാകുമ്പോൾ ലോ ആവറേജ് ആണ്. ഇനി 60ൻ്റെയും 70ൻ്റെയും ഇടയിലാകുമ്പോൾ അതിനേക്കാൾ ലോ ലെവലാണ്. ഇനി 69നേക്കാളും താഴ്ന്ന 69 അല്ലെങ്കിൽ അതിൻ്റെ താഴെയാണെങ്കിൽ എക്സ്ട്രീം ലോ ലെവലാണ് എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ 130നേക്കാൾ മുകളിലുള്ള 130 അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള കുട്ടികളെ കുറിച്ച് നമുക്ക് ഗിഫ്റ്റഡ് ആണെന്ന് പറയാൻ പറ്റും. എന്നാൽ ഈ 70 അതിന് താഴെ വരുന്ന കുട്ടികളെ നമുക്ക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളായിട്ട് കണക്കാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് IQവിനെ കുറിച്ച്, അതിൻ്റെ മെഷർമെന്റിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അവൻ്റെ ഇന്റലിജൻസ്, ഒരു മനുഷ്യൻ്റെ ഇന്റലിജൻസിനെ അവൻ്റെ ജനിതക ഘടകങ്ങളാണോ അതോ അവൻ ജീവിക്കുന്ന സാഹചര്യമാണോ കൂടുതൽ സ്വാധീനിക്കുന്നത്, അതോ രണ്ടും ഒരുപോലെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണോ? ഈ വിഷയത്തിൽ നടന്നിട്ടുള്ള പഠനങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നടത്തിയിട്ടുള്ള ഒരു പഠനമാണ് ട്വിൻസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ട്വിൻസ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള ട്വിൻസ് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ഐഡന്റിക്കൽ ട്വിൻസ്, രണ്ടാമത്തേത് ഫ്രറ്റേണൽ ട്വിൻസ്. ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണ്ഡാശയത്തിലേക്ക് ഒരു ബീജം കയറുകയും അതിൽ നിന്ന് 2 കുട്ടികൾ ഉണ്ടാകുകയും ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയാവുന്നതാണ്.
അവർ പരസ്പരം ഏകദേശം കാണാൻ ഒരുപോലെ ആയിരിക്കും. അവരുടെ ക്രോമസോമുകളുടെ പ്രത്യേകത ഏകദേശം ഒരേപോലെ ആയിരിക്കും. ഒരേപോലെ രണ്ടും ഒരുപോലെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് ഇവരുടെ ജീനുകൾ തമ്മിൽ കൂടുതൽ കണക്റ്റഡ് ആണ് എന്ന് കാണാൻ കഴിയും. ഇനി ഫ്രറ്റേണൽ ട്വിൻസ് ആണെങ്കിൽ രണ്ട് ഓവത്തിലേക്ക് രണ്ട് ബീജം കയറുമ്പോൾ ഉണ്ടാകുന്നത്, അതായത് രണ്ട് വ്യത്യസ്ത ബർത്ത് കിട്ടുന്നത് പോലെ തന്നെ. അപ്പോൾ ഫ്രറ്റേണൽ ട്വിൻസ് ആകുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും മുഖ ഷേപ്പ് തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് രൂപത്തിലായിരിക്കും. എന്നാൽ ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ അവർ രണ്ടുപേരെയും കാണാൻ ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഇവരെ വെച്ച് ഒരു പഠനം നടത്തി. ഈ ട്വിൻസിൽ അവരുടെ രണ്ടുപേരുടെയും ഇൻ്റലിജൻസ്, അതിൻ്റെ ബന്ധം എത്രത്തോളമുണ്ട്, അതിന് അവരുടെ രണ്ടുപേരുടെയും ഇൻ്റലിജൻസ് അളന്നുകൊണ്ട് അതിൻ്റെ മീൻ കോറിലേഷൻ കണക്കാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഐഡൻറ്റിക്കൽ ട്വിൻസിൻ്റെ മീൻ കോറിലേഷൻ എന്ന് പറയുന്നത് അത് കാണാൻ പറ്റുന്നത് +0.86 ആയിരുന്നു. അതായത് ഇവർ രണ്ടുപേരുടെയും ഇൻ്റലിജൻസ് +0.86 ആണ് അവരുടെ രണ്ടുപേരുടെയും ഇൻ്റലിജൻസിൻ്റെ കോറിലേഷൻ. എന്നാൽ ഫ്രറ്റേണൽ ട്വിൻസ് അഥവാ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഓവത്തിലേക്ക്, രണ്ട് അണ്ഡാശയത്തിലേക്ക് രണ്ട് വ്യത്യസ്ത ബീജത്തുള്ളികൾ കയറിയിട്ടുള്ള ട്വിൻസ് ആണെങ്കിൽ അവരുടെ തമ്മിലുള്ള ഇൻ്റലിജൻസിൻ്റെ മീൻ കോറിലേഷൻ എന്ന് പറയുന്നത് +0.60 ആയിരുന്നു. അഥവാ ഇവരുടെ മീൻ കോറിലേഷൻ കുറവാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ജെനിറ്റൽ ഘടകങ്ങൾ ഇൻ്റലിജൻസിനെ സ്വാധീനിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇവരെ വെച്ചുകൊണ്ട് വേറൊരു പഠനം നടത്തി. ഈ ഐഡൻറ്റിക്കൽ ട്വിൻസിനെ വ്യത്യസ്ത വീടുകളിൽ വളർത്തി, ഒപ്പമല്ലാതെ വ്യത്യസ്ത വീടുകളിൽ വളർത്തി. അപ്പോൾ അവരുടെ IQ, അവരുടെ രണ്ടുപേരുടെയും ഇൻ്റലിജൻസിൻ്റെ മീൻ കോറിലേഷൻ എന്ന് പറയുന്നത് +0.72 ആയിരുന്നു. അപ്പോഴും ഫ്രറ്റേണൽ ട്വിൻസിനേക്കാൾ കൂടുതൽ ഇൻ്റലിജൻസിൽ പരസ്പരം ബന്ധമുള്ളത് അത് ഐഡൻറ്റിക്കൽ ട്വിൻസിനാണ്. അപ്പോൾ ഇന്ന് മനസ്സിലായി ഒരാളുടെ ജനിതക ഘടകം അയാളുടെ ഇൻ്റലിജൻസിനെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്ന് ഈ ട്വിൻസ് സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അതേപോലെ മറ്റൊരു പഠനമാണ് ഫാമിലിയെ വെച്ചുകൊണ്ടുള്ള പഠനം. അതായത് കുട്ടികൾ അവരുടെ പാരൻസുമായിട്ട് ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു പാരൻസിൻ്റെയും ആ കുട്ടിയുടെയും IQ തമ്മിലുള്ള കോറിലേഷൻ എത്രയാണ്, മീൻ കോറിലേഷൻ എത്രയാണ്. അതുപോലെ ഒരു അഡോപ്റ്റഡ് കുട്ടിയുടെയും അവരുടെ അഡോപ്റ്റഡ് പാരൻസിൻ്റെയും ഇടയിലുള്ള മീൻ കോറിലേഷൻ എത്രയാണ്. അപ്പോൾ ഇത് നോക്കിയപ്പോഴും അഡോപ്റ്റഡ് ചൈൽഡിൻ്റെയും അതുപോലെ പാരൻറ്റിൻ്റെയും മീൻ കോറിലേഷൻ എന്ന് പറയുന്നത് +0.19 ആണ്. എന്നാൽ ഒരു പാരൻറ്റും അതുപോലെ ഒരു കുട്ടിയുടെയും ഇൻ്റലിജൻസ് തമ്മിലുള്ള മീൻ കോറിലേഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് +0.42 ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്നും മനസ്സിലാകുന്നത് ജനിതക ഘടകങ്ങൾ പാരൻറ്റിൻ്റെയും കുട്ടികളുടെയും അതുപോലെ, അതായത് ജനിതക ഘടകം ഒരാളുടെ ഇൻ്റലിജൻസിനെ ശക്തമായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് ഈ പഠനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ അടുത്തൊരു പോയിന്റിൽ പറയാൻ പോകുന്നത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് പാരൻസിനോടുള്ള ബന്ധം ഉണ്ടാവുന്നത്, അവരുടെ ഇൻ്റലിജൻസിൽ സാമ്യത ഉണ്ടാവുന്നത്, അവരുടെ ഒരു 75% ഉണ്ടാവുന്നത് കൂടുതൽ ഉണ്ടാവുന്നത് അവരുടെ അഡൾട്ട്ഹുഡിലാണ്. ചൈൽഡ്ഹുഡിനേക്കാൾ കൂടുതൽ ഉണ്ടാവുന്നത് അഡൾട്ട്ഹുഡിലാണ് എന്നാണ് മറ്റൊരു കാര്യം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ടും ഒരാളുടെ ഇൻ്റലിജൻസിനെ സ്വാധീനിക്കുന്നത് അവൻ്റെ ജെനിറ്റൽ ഫാക്ടേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? കാരണം വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്വിൻസ് സ്റ്റഡീസ് വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് തെളിയിക്കാവുന്നതാണ്. കാരണം ഒരു ഐഡൻറ്റിക്കൽ ട്വിൻസ് തന്നെ അവർ ഒപ്പമായിരുന്ന സമയത്ത് അവരുടെ മീൻ കോറിലേഷൻ എന്ന് പറയുന്നത് +0.86 ആയിരുന്നു. എന്നാൽ അവരെ വ്യത്യസ്ത സാഹചര്യത്തിൽ വ്യത്യസ്ത വീടുകളിൽ വളർത്തിയപ്പോൾ അവരുടെ മീൻ കോറിലേഷൻ +0.72 ആയി കുറഞ്ഞു. അപ്പോൾ ഇതൊന്ന് മനസ്സിലായത് സാഹചര്യം മാറുന്നതിനനുസരിച്ച് അവരുടെ ഇൻ്റലിജൻസിൽ വ്യത്യാസം വരുന്നുണ്ട് എന്നതാണ്. അതുപോലെ ഇവിടെയുള്ള പഠനങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഒപ്പം വളർന്ന സഹോദരങ്ങളാണെങ്കിൽ അവരുടെ മീൻ കോറിലേഷൻ +0.47 ആണ്.
എന്നാൽ അവരെ വേറെ വേറെ സാഹചര്യങ്ങളിൽ വളർത്തിയപ്പോൾ അവരുടെ ഇന്റലിജൻസിന്റെ കോറിലേഷൻ കുറഞ്ഞു, മീൻ കോറിലേഷൻ കുറഞ്ഞു അല്ലേ. അപ്പൊ അതായത് വ്യത്യസ്ത സാഹചര്യം ആകുമ്പോൾ അവരുടെ ഇന്റലിജൻസ് ലെവലിൽ വ്യത്യാസം വരുന്നു എന്നതാണ്. അതുപോലെ പേരന്റും ചൈൽഡും ഒപ്പമാണെങ്കിൽ ആ പേരന്റിന്റെയും ചൈൽഡിന്റെയും മീൻ കോറിലേഷൻ എന്ന് പറയുന്നത് +0.42 ആയിരുന്നു. എന്നാൽ അവർ പേരന്റ് വേറെ അതുപോലെ ചൈൽഡ് വേറെ സാഹചര്യത്തിലായപ്പോൾ അത് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. അതായത് അപ്പോൾ നേച്ചറിനും അതിലൊരു പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ അഡാപ്റ്റഡ് പാരന്റും ചൈൽഡും അവരുടെ ഇന്റലിജൻസിന്റെ മെയിൻ കോറിലേഷൻ എന്ന് പറയുന്നത് +0.19 ആണ്. പിന്നെ അടുത്തത് ഫ്ലിൻ എഫക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഫ്ലിൻ എഫക്റ്റ്? ഇതിൽ പറയുന്നത് ഓരോ ജനറേഷനും മാറുന്നതിനനുസരിച്ച് അവരുടെ ഇന്റലിജൻസിൽ മാറ്റം വരുന്നു എന്നതാണ്. അതായത് കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ഇന്റലിജൻസ് അല്ല ഇപ്പോൾ അതിനുശേഷം വരുന്ന തലമുറയിലെ ജനറേഷൻസിന് ഉള്ളത്, അത് കൂടിക്കൂടി വരുന്നു എന്നതാണ്. കാരണം എന്താ? കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ മുമ്പുള്ളത് പോലെ ആയിരുന്നില്ല. ടെക്നോളജി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ AI കണ്ടുപിടുത്തം, അതുപോലെ ഇന്റർനെറ്റ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അല്ലെ. അപ്പൊ അവരുടെ ഇന്റലിജൻസ് കൂടുകയാണ്, അഥവാ അവർ ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് അവരുടെ ഇന്റലിജൻസ് കൂടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നേച്ചറിനും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്നതിനെ അറിയിക്കുന്ന ഒരു പഠനമാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലായത് ജനിതക ഘടകത്തിനും അതുപോലെ നേച്ചറിനും ഒരു പ്രധാനപ്പെട്ട പങ്ക് ഒരാളുടെ ഇന്റലിജൻസിൽ ഉണ്ട് എന്നതാണ്. അതുപോലെ ഇന്റലിജൻസിനെ സ്വാധീനിക്കുന്ന മറ്റു ചില ഘടകങ്ങളാണ് ബെറ്റർ ന്യൂട്രീഷൻ. അവർക്ക് പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ പോഷകാഹാരങ്ങൾ കൊടുക്കുന്നത് കാണാൻ പറ്റും അല്ലെ. അത് അവരുടെ ഇന്റലിജൻസിനെ ബാധിക്കുന്നുണ്ട്. അതായത് അതുപോലെ അവർക്ക് നല്ല എഡ്യൂക്കേഷൻ നൽകുക, അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കുട്ടിയെ വളർത്തുക, വ്യത്യസ്തമായ സാഹചര്യങ്ങൾ അവർക്ക് നൽകുക. അപ്പൊ അതിനെ അവർ ഏത് രീതിയിൽ അഡാപ്റ്റ് ചെയ്യുന്നു, അപ്പൊ അവരുടെ ഇന്റലിജൻസ് അതിനനുസരിച്ചൊക്കെ വളരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ ഇതൊക്കെ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് വളരുന്നു എന്നതുപോലെ തന്നെ ഈ ന്യൂട്രീഷൻ കുറവാകുന്ന സമയത്ത്, അതുപോലെ എഡ്യൂക്കേഷൻ കുറവാകുന്ന സമയത്ത് ഒരേ സാഹചര്യത്തിൽ തന്നെ ഇങ്ങനെ വളരുന്ന കുട്ടികൾ ഇവരിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാവും. അതായത് അവരുടെ ഇന്റലിജൻസ് കുറയുന്നതായിട്ടും കാണാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ഇത് 2009 ഓഗസ്റ്റ് 4 നിലയിൽ വന്ന ഒരു നിയമമാണ്. ഇതിൽ പറയുന്നത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്നതാണ്. ഇതിലൂടെ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന ഒരു ലക്ഷ്യമാണ് ഉള്ളത്. അതുപോലെ ഇനി അടുത്ത് പറയാൻ പോകുന്നത് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. നമ്മൾ പറഞ്ഞു ഒരു കുട്ടിയുടെ ഇന്റലിജൻസിനെ അതുപോലെ ആ കുട്ടിയുടെ ശരീരത്തെ മുഴുവനായിട്ടും ബാധിക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രം എന്ന് പറയുന്നത്. ഇതെങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി ഉള്ള സമയത്ത് മാതാവ് ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള ഡ്രഗ്സ് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് വഴി കുട്ടിയുടെ ആരോഗ്യത്തെ അത് ബാധിക്കുന്നു. അതുപോലെ കുട്ടിയുടെ ഇന്റലിജൻസിനെയും അത് ബാധിക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഒരു മനുഷ്യന്റെ ഇന്റലിജൻസിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് അവന്റെ പ്രകൃതിയും അവന്റെ നേച്ചറും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ അവന്റെ ജനിതക ഘടകങ്ങളും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ലിമിറ്റ് അവന്റെ ജനിതക ഘടകങ്ങൾ നിർണ്ണയിക്കുന്നുവെങ്കിൽ ആ ലിമിറ്റിനുള്ളിൽ അവൻ എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവന്റെ പ്രകൃതിയാണ്. ചില ആളുകൾക്ക് ഹൈ ഇന്റലിജൻസ് ഉണ്ടായേക്കാം, പക്ഷെ അവരുടെ നേച്ചർ, അവർ ജീവിക്കുന്ന സാഹചര്യം നന്നായിട്ടില്ലെങ്കിൽ അതുകൊണ്ട് അവർക്കൊരു ഉപകാരം ഉണ്ടാവില്ല. എന്നാൽ കുറഞ്ഞ ഹെറിഡിറ്റി വളരെ കുറവുള്ള, അതായത് മാതാപിതാക്കളുടെ ഇന്റലിജൻസ് കുറവ് ആണെങ്കിലും കുട്ടി തൻ്റെ നിലവിലുള്ള സാഹചര്യം വെച്ചുകൊണ്ട് തൻ്റെ ഉള്ള സാഹചര്യത്തിൽ ഉഷാറായി പ്രയത്നിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉയർന്ന നേട്ടത്തിലേക്ക് എത്താനും കഴിയുന്നതാണ്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റലിജൻസിനെ കുറിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പഠനങ്ങളാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. താങ്ക്